ഉണ്ടോ? ഇല്ലല്ലോ. പറയൂ, പിന്നെ എന്തിനായിരുന്നു ഈ ജോലി? ആമി, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കാമി. എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്ര. നിന്നെ, നമ്മുടെ മോളെ ഒരു കുറവുമില്ലാതെ നോക്കാൻ വേണ്ടി മാത്ര ഞാനിതൊക്കെ ചെയ്തത്. എന്നിട്ടോ ഇപ്പൊ എന്തായി? ഞാനും മോള് കഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല അമ്മി. കരുതണമായിരുന്നു. വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയോ? ആദി, എന്താ മിണ്ടാത്ത? അടുത്തു, എനിക്ക് വയ്യ. ഞാനും മോളും ഇനി ഈ നാട്ടിൽ നിൽക്കുന്നില്ല. എന്റെ നാട്ടിലേക്ക് പോവാ. ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. ആമി, അങ്ങനെയൊന്നും പറയാതെ ആമി. ഞാൻ ഉടനെ പുറത്തു വരും ആമി. എനിക്കൊന്നും പറയാനില്ല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് വന്ന് പറയണോന്ന് തോന്നി. അതാ വന്ന് പറഞ്ഞത്. ആമി, ഞാൻ പോവാ. ആമി, ഞാൻ പോവാ. നീ പോരുത് ആമി. ഞാൻ പോയിരിക്കും. ആമി, ആമി, എത്രേ? 100. അപ്പൊ ഓക്കെ. ഓക്കെ. ലച്ചുമോളെ വാ. അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിരിക്കാം. ഇതെന്താ മിഠായിയൊക്കെ ആയിട്ട്? അമ്മയോടെ? ആ, എന്നാ വാ. നമുക്കേ ബിരിയാണി കഴിച്ചിട്ട് തോന്നാം. അതുപോലെ മോളോട് നിന്നോ. നീ കുറിച്ച് സുന്ദരിയാലോ അമ്പിളി. നീ ഹാപ്പി അല്ലേ? പിന്നെ രഘുവേട്ടൻ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ ഞാൻ രഘുവേട്ടനെ മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാ. നല്ല സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും ബിരിയാണിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ലക്ഷ്മണ മോൾ ഉറങ്ങാണോ? ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് രഘുവേട്ടൻ ശരിക്കും ഒരു ഭർത്താവും അച്ഛനുമായത്. ഇങ്ങനെ ആയിരിക്കണം ആണുങ്ങള്. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കണം. രഘുവേട്ടൻ സൂപ്പറാ, സൂപ്പർ. അമ്പിളി, നീ ഇടയ്ക്ക് ഇച്ചിരി ഓവറാണ് കേട്ടോ. അത് ശരിയല്ല. എടി, നീ ഇങ്ങനെ രാവിലെ എണീച്ചോടനെ മദ്യപിക്കാൻ തുടങ്ങിയ? ഞാൻ കുപ്പി വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അയ്യോ സോറി രഘുവേട്ടാ, എപ്പോഴും ഇല്ലല്ലോ, ഇന്ന് മാത്രമല്ലേ. ഇന്ന് നമ്മള് പൊളിക്കും. നാളെ അച്ഛൻ വരും, അപ്പൊ നമ്മളെല്ലാം അങ്ങ് നിർത്തും. നീയേ ആദ്യം മോൾക്ക് ആഹാരം കൊടുക്ക. നമ്മുടെ സ്മോൾ അടിയൊന്നും മോൾ അറിയണ്ട. രഘുവേട്ടൻ ഇപ്പൊ വലിയ സ്ട്രിക്റ്റ് ആണല്ലേ. ശരി. ലക്ഷ്മോളെ, മോൾക്ക് എന്താ വേണ്ടേ? ചിക്കൻ ഫ്രൈ വേണോ, ബിരിയാണി വേണോ, ഐസ്ക്രീം വേണോ? അതും തരാം. പിന്നെ തരാവേ. ഐസ്ക്രീം ഇപ്പൊ കഴിച്ചാ മോക്ക് പിന്നെ വിശക്കില്ലേ? രാവിലെ മുതൽ മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. നമുക്ക് ആഹാരം കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാം. അമ്പിളി, ആഹാരം കൊടുക്ക. അവക്ക് ഐസ്ക്രീം മതിയെങ്കിൽ അത് കൊടുക്കരുത് കേട്ടാ. അവള് കുറച്ച് കഴിഞ്ഞ് കഴിക്കും. അവള് ഐസ്ക്രീം കഴിക്കുമ്പോഴേക്കേ നമുക്ക് രണ്ടെണ്ണം അടിക്കാം. എടി, നിനക്കിപ്പോ ഈ ഒറ്റ വിചാരമേ ഉള്ളൂ. ഓ
വിചാരിക്കാത്തൊരാള്. ഞാൻ രഘുവേട്ട കണ്ടല്ലേ പഠിച്ചേ.